സന്ദർശനം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലുള്ള ബഹുമാന്യരായ എല്ലാവരെയും അതോടൊപ്പം തന്നെ അദ്ദേഹം പാർട്ടിയിലെ തലമൂത്ത നേതാക്കന്മാരെയൊക്കെ നേരിട്ട് കണ്ട് ആശീർവാദം മേടിച്ചിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിലെ ജനമനസ്സുകൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നല്ലൊരു ശതമാനം തീരപ്രദേശത്ത് വസിക്കുന്ന ആളുകളാണ്. തീരപ്രദേശം വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതുകൊണ്ട് മാത്രം ഇന്നും ഈ അവസ്ഥയിൽ നിൽക്കുന്നു. ഓരോ വർഷകാലത്തും ഉണ്ടാകുന്ന അപകടങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഓഖി ചുഴലിക്കാറ്റുണ്ടായപ്പോഴാണ് അതിൽ നിന്ന് കിട്ടിയ സംഭാവന, ജനസംഭാവന എടുത്തുകൊണ്ട് മറൈൻ ആംബുലൻസ് നിർമ്മിച്ചത്. പക്ഷേ അത് നിർമ്മിച്ച് ഒരു 2 മാസം പോലും കടലിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതു രാഷ്ട്രീയ രംഗത്ത് വലിയ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ കാസർഗോഡ് മുതൽ മത്സ്യമേഖലയിലുള്ള തൊഴിലാളികൾ അവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുനമ്പം പ്രശ്നം, വിഴിഞ്ഞത്തെ പ്രശ്നം, ഈ പ്രശ്നങ്ങളെല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ പോയി നോക്കിയാൽ ശംഖുമുഖത്ത് കടൽ തീരമില്ല. ഈ കഴിഞ്ഞ ദിവസവും ഒരു കുട്ടി കടലിൽ മരിച്ചു. ഈ വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം കടലിൻ്റെ സ്ഥിതിയിൽ വലിയ മാറ്റം വന്നു, കടലിൻ്റെ ഒഴുക്കിൽ മാറ്റം വന്നു. നല്ല ദൃഢഗാത്രരായ ആളുകളൊക്കെ വലിയ ഈ കടൽ ചുഴിയിൽപ്പെടുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. അപ്പം ഞങ്ങൾ മത്സ്യമേഖലയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളും അവരുടെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമൊക്കെ അറിയുന്ന ഒരു അംഗം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. ഞങ്ങളത് വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരം അതിരൂപത ബിഷപ്സ് ഹൗസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: തീരപ്രദേശത്തെ വിഷയങ്ങളിൽ അദ്ദേഹം സർവാത്മന ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ആ രംഗത്ത് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹം സന്നദ്ധമാണെന്ന് വാഗ്ദാനം ചെയ്തു. ഞങ്ങൾക്ക് അതിലൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും അതൃപ്തിയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഷറീസ് വകുപ്പും മന്ത്രിയും അതുപോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ മനസ്സും അറിയുന്നവരായിരിക്കണം ഫിഷറീസ് മന്ത്രി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ശർമ്മ മന്ത്രി. അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു പറയുന്നത് സർക്കാരിൻ്റെ തീരുമാനമാണ്. ഈ മത്സ്യത്തൊഴിലാളികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കരുത്. അപ്പോൾ അത്തരം ഒരു മനസ്സ് ഉദ്യോഗസ്ഥരിലും പൊതുസമൂഹത്തിലും ഭരണ സംവിധാനത്തിലും സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമുണ്ടാകണം. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി ഈ രംഗത്ത് ഇടപെടലുകൾ നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ ക്രിയാത്മകമായ നടപടികളുണ്ടാകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഇതാണ്: ഈ മന്ത്രി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മേഖലയുടെ വികസനം സംബന്ധിച്ച് വ്യക്തത കൊടുക്കാനാണ്. പക്ഷേ പല മന്ത്രിമാർക്ക് ഈ കടലെന്താണെന്നറിയില്ല, കടലിൻ്റെ ഒഴുക്കെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ മുതലപ്പുഴയിൽ 86ഓളം മത്സ്യത്തൊഴിലാളികൾ മരിക്കാൻ കാരണം ഈ ഭരണചക്രത്തിലിരിക്കുന്ന ആളുകൾക്ക് കടലിൻ്റെ ഒഴുക്കറിയത്തില്ല, ഈ കടൽ മണ്ണിൻ്റെ ഒഴുക്കറിയത്തില്ല, ഈ മണ്ണ് പോർട്ടിനകത്ത് എങ്ങനെ അടിയുന്നു എന്ന കാര്യം അറിയത്തില്ല. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ആളുകളായിരിക്കണം. ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞ് അതിന്മേൽ നല്ല തക്കതായ പരിഹാരം നൽകാനുള്ള ആളുകളായിരിക്കണം. കാരണം ഈ മുതലപ്പുഴയെ സംബന്ധിച്ച് ധാരാളം ലക്ഷക്കണക്കിന് രൂപ 3 പഠനങ്ങൾക്കായിട്ട് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന CWPRS പൂനെയുടെ പഠനമാണ്. ഞങ്ങളുമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ വലിയ നിയമങ്ങളാണ് പറയുന്നത്.
ഇത് ദേശസുരക്ഷയുടെ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രിതലത്തിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഓരോ വർഷകാലത്തും ധാരാളം ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന വളരെ ദുഃഖകരമായ അവസ്ഥയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ മത്സ്യമേഖലയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ മനസ്സും വികാരവും ഒക്കെ ഉൾക്കൊള്ളാനും അറിയാനും സാധിക്കുന്ന ആളുകളായിരിക്കണം മന്ത്രിസഭയിൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തി. പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയതാണ് ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന് തന്നെ വളരെ പ്രത്യേകമായൊരു ശ്രദ്ധയുണ്ടാകും. ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ സഭയ്ക്ക് ഒരാളെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ ഇത്തരമൊരാൾ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ, അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന അന്തർനാടകങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത്തരം അന്തർനാടകങ്ങളിലൊക്കെ ഒഴുകിപ്പോയി ഈ സാധാരണക്കാരുടെ, ഞാൻ പറയുന്നത് ആദിവാസികൾ, ദളിതർ, മത്സ്യത്തൊഴിലാളികൾ, ഇതുപോലുള്ള വിഭാഗങ്ങളുടെ വേണ്ടത്ര ശ്രദ്ധ ഇന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്, മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ട് ആദ്യം വന്നത് തിരുവനന്തപുരത്തേക്ക് വന്നത് ഈ വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിലേക്കാണ്. ജോർജ് കുര്യൻ. അദ്ദേഹത്തിനോട് ഞങ്ങൾ മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, അപ്പോൾ നിർദ്ദേശിച്ചു. അദ്ദേഹമാണ് 102 കോടി രൂപ അനുവദിപ്പിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നൊരു വിദഗ്ധ സമിതി ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ഇവിടുത്തുള്ള ബ്യൂറോക്രാറ്റ്സ് ഒന്നും റെഡിയല്ല. അവർക്ക് അവരുടേതായ ചില വ്യക്തിപരമായ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മുതലപ്പുഴ ഇന്നും പ്രശ്നം പരിഹാരമാകാതെ നിൽക്കുന്നത്. ഈ വർഷകാലത്തും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ മുതലപ്പുഴയിലൂടെ കടലിലേക്ക് പോകാൻ പറ്റത്തില്ല, വലിയ അപകടങ്ങളുണ്ടാകും. കാരണം വളരെ അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇപ്പോഴും അവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനെന്നും പൊതുജനങ്ങളുടെ കൂടെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിനോട് ചേർന്നാണ്. ഈ കേരളം വികസിക്കണം. അദ്ദേഹം പറയുന്നത് ഒരു നവയുഗ സൃഷ്ടിക്കായിട്ട് അത്തരം ദർശനങ്ങൾ രൂപപ്പെടുത്തണമെന്നും പൊതുസമൂഹത്തിൽ ഉറച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഫാദർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴും 10 വർഷം ഇടത് സർക്കാരാണ് അവിടെ ഭരിച്ചത്, അപ്പോൾ അവരൊന്നും ചെയ്തില്ല എന്നുള്ളൊരു അഭിപ്രായം. അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നല്ല, പക്ഷേ അത് ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഒരു വിഷയം പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട്, അന്താരാഷ്ട്ര പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ തീരവും 300-ലേറെ വീടുകളും നഷ്ടപ്പെട്ടത് വെറും കാലാവസ്ഥ വ്യതിയാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മനുഷ്യരെയൊക്കെ പറ്റിക്കാവുന്ന ഒരു സമീപനമാണ്. ഞാൻ ഈ തീരപ്രദേശത്തുള്ളതാണ്. ഞാൻ താമസിക്കുന്നത് പുത്തൻതോപ്പ് പ്രദേശത്താണ്. അവിടെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അതെല്ലായിടത്തും ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ശംഖുമുഖവും വലിയതുറ, പൂന്തുറ, ഭീമാവള്ളി പ്രദേശം മാത്രം പോകുന്നത്? ഇപ്പോൾ പനത്തുറയിൽ മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രയാസത്തിലാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന സീവാളൊക്കെ പോയി. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ നിർമ്മാണം തന്നെയാണ്. അത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഇന്ന് കീശയിലാക്കുന്ന ചില യജമാനന്മാരാണ് നമ്മളെയൊക്കെ നയിക്കുന്നത്. അത് തെറ്റാണ്.